ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് TPM, CPM എന്നീ സഭകളൊക്കെ നമുക്കറിയാവുന്ന ചില സഭകളാണ്. ബെന്തിക്കോസിലെ ഒരു ഭാഗമാണത്. ബെന്തിക്കോസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബെന്തിക്കോസിനേക്കാൾ കൂടുതൽ എന്താ പറയുക, ആത്മീയപരമായി മുന്നിലാണ് എന്ന് സമർത്ഥിക്കുന്ന സഭകളിൽ ഒന്നാണ് അത്. കാരണം അവിടുത്തെ പാസ്റ്റർമാരും അതുപോലെ തന്നെ അവിടുത്തെ സിസ്റ്റർമാരും ഒക്കെ കല്യാണം കഴിക്കത്തില്ല, അല്ലെ? കല്യാണം കഴിക്കാതെ സുവിശേഷ വേലയിൽ നിലകൊള്ളുന്നവരാണ്. അപ്പം കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു, ആ സഭ നല്ല സഭയാണ്, കാരണം ബെന്തിക്കോസുകാരാന്ന് തോന്നുന്നു, പറഞ്ഞെന്ന് തോന്നുന്നു. കൊള്ളാം, നല്ല സഭയാണ്, കാരണം ആത്മീയത്തിൽ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സഭയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്നവരൊക്കെ എന്നോട് പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ദൈവവചനം അങ്ങനെയുള്ള സഭകളെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ സ്വന്തമായ ഒപ്പീനിയൻ ഞാൻ ഇതിനകത്ത് പറയില്ല. കാരണം നമ്മുടെ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1 തിമോത്തി 3:1. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസയോഗ്യവുമാകുന്നത്. അപ്പൊ ഞാനും ഈ പറയുന്ന TPM, CPM സഭകളൊക്കെ സന്ദർശിക്കാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനവിടെ പോയി സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം അതിനൊക്കെ മുഖാന്തരം അരുളിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ള വിശ്വാസ യോഗ്യമാകുന്നു. അപ്പൊ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുമ്പോൾ പാസ്റ്ററാകാം, അല്ലെ? അതുപോലെ തന്നെ ഉപദേഷ്ടാവാകാം, സുവിശേഷകനാകാം. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുവൻ അധ്യക്ഷ സ്ഥാനം, അല്ലെ? അതായത് അധ്യക്ഷൻ എന്നതിന്റെ പദത്തിന്റെ അർത്ഥം എപ്പിസ്കോപ്പോസ്, അധ്യക്ഷൻ എന്ന് നമ്മൾ കിങ്സ് ജെയിംസ് ബൈബിൾ വേർഷനിലൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതായത് പുതിയ നിയമത്തിൽ ഏതാണ്ട് 5 പ്രാവശ്യം അതിനെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവർത്തികൾ 20:28 നമ്മൾ വായിക്കുമ്പോൾ, പ്രവർത്തികൾ 20:28 28-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആടുകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുക. അപ്പൊ ദൈവം അധ്യക്ഷരാക്കി വെക്കണം, അല്ലാതെ ഒരിക്കലും ഒരു സ്വയമായി അധ്യക്ഷനാകാനായിട്ട് സാധ്യമല്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ഫിലിപ്പിയർ 1:1 നമ്മൾ വായിക്കുന്നു. ഫിലിപ്പിയർ 1:1 രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ക്രിസ്തയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാരും കൂടെ എഴുതുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ക്രിസ്തയേശുവിന്റെ ദാസന്മാരെ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടി എഴുതുന്നു. അപ്പൊ അന്നത്തെ സഭകൾക്കെല്ലാം അധ്യക്ഷന്മാരുണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, അല്ലെ? അവിടെ സകല വിശുദ്ധന്മാരുണ്ടായിരുന്നു, ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു, എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം അവിടെ TPM എന്ന് പറയുന്നത് ഒരു സഭയാണ്. അതിനൊരു അധ്യക്ഷനുണ്ട്, അല്ലെ? 1 തിമോത്തിയോസ് 3:3 നമ്മൾ വായിക്കുന്നു. 3:3 മദ്യപ്രിയനും തല്ലുകാരനും വരുന്നത്, ശാന്തനും കലഹിക്കാത്തവനും ദിവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. അടുത്ത വാക്യത്തിൽ, സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ഞാൻ പറയുന്നതല്ല, എൻ്റെ അഭിപ്രായമല്ല, പൗലോസ് അപ്പോസ്തലൻ ദൈവവചനം എഴുതിയിരിക്കുമ്പോൾ എഴുതിയ കാര്യമാണ്. ഇപ്പൊ TPM മുതൽ CPM പോലെയുള്ള സഭകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അവിടുത്തെ സഹോദരിമാരും ഒന്നും കല്യാണം കഴിക്കത്തില്ല. അവിടെ ഒരു സഭയിലാണ് അവർ താമസിക്കുന്നത്, അല്ലെ? അതൊന്നും ഞാൻ കൂടുതലായിട്ട് അവരെ കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ ദൈവവചനം അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ
നല്ലതേല. അപ്പൊ കുടുംബ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അല്ലെ? കുടുംബ ജീവിതത്തിന് പ്രധാനമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അധ്യക്ഷൻ കുടുംബജീവിതം നയിക്കുന്നവനായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെ? പലരും പറയും ഞങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ പാത പിന്തുടർന്നവരാണ്. എന്താണ്? ഞങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ പാത പിന്തുടരുന്നവരാണ്. അപ്പൊ പല ആളുകളും ചിന്തിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം സുവിശേഷം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരൊറ്റ വ്യക്തിത്വമാണ്. അങ്ങനെയായിരുന്നെങ്കിൽ അദ്ദേഹം സന്നിഗ്ധ സംഘത്തിൽ അംഗമാകണമെങ്കിൽ മിനിമം അവിടെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. പുള്ളിക്കാരൻ കല്യാണം കഴിച്ച വ്യക്തിത്വമായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. തിരുവട്ടാരൊക്കെ എഴുതിയിരിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ ചരിത്രത്തിൽ അതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇടയ്ക്ക് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്. സുവിശേഷ വേല നിമിത്തം അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി എന്നും ഒരു വാക്ക് അതിനെ കുറിച്ചുണ്ട്. അപ്പം പല ആളുകളും പൗലോസിനെയാണ് ലൈനപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം പൗലോസ് സന്നിഗ്ധ സംഘത്തിൽ അംഗമാകണമെങ്കിൽ വിവാഹിതനായിരിക്കണമെന്ന് അവിടെ നിർബന്ധമുണ്ട്. അപ്പോൾ യൂതന്മാരുടെ സന്നിഗ്ധ സംഘം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോടതിയാണ്. ആ കോടതിയിൽ അംഗമായിരിക്കണമെങ്കിൽ കല്യാണം കഴിക്കണം. അപ്പോസ്തലനായ പൗലോസ് കല്യാണം കഴിക്കാത്തവനല്ല. പല ആളുകളും ഇന്നും ചിന്തിച്ചു വെച്ചിരിക്കുന്ന അപ്പോസ്തലൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കും ആ പാത പിന്തുടരാമെന്ന്. അങ്ങനെ ഒരു കാര്യം അപ്പോസ്തലൻ പറയട്ടേ ഇല്ല. സ്ത്രീയെ തൊടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അപ്പോസ്തലൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഇന്ന് അത് ആർക്കും അവഗണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ അദ്ദേഹം തിമോത്തിക്ക് എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു കുടുംബജീവിതം വേണം, കുടുംബജീവിതം ഇല്ലാതെ പറ്റത്തില്ല, കാരണം വഴി തെറ്റുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും TPM മുതൽ CPM വരെയുള്ള സഭകൾക്ക് യാതൊരു ബന്ധവും ദൈവവചനമായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഇവിടെ വളരെ വ്യക്തമാണ്. കാരണം കല്യാണം കഴിക്കാത്തില്ലെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായി എടുത്ത് വാക്കുകയല്ല, നിങ്ങൾ വേണമെങ്കിൽ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക. കാരണം TPM CPM അല്ലെ, TPM CPM വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തിലാണ്. അതും അവിടെയും തെറ്റാണ്. അവരുടെ സ്നാനം ഏതാണ്? ബന്ധിക്കോസുകാരുടെ സ്നാനം 28:19 സ്നാനമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ഇങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം ഒരുപോലെ. അപ്പൊ പിന്നെ ഇവരെല്ലാം സഹോദരന്മാർ തന്നെ. അപ്പം ബന്ധിക്കോസുകാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിൽ ഞാനതിനെ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവര് 3 ദൈവങ്ങളെ ത്രിയേക ദൈവത്തെയൊക്കെ ആരാധിക്കുന്നവരാണ്. അത് ഞാൻ അതുകൊണ്ട് തന്നെ അവര് അംഗീകരിച്ചതിൽ തെറ്റില്ല എന്ന് ഞാനതിനെ സമ്മതിക്കുന്നു. പിന്നെ ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസ യോഗ്യമാകുന്നു എന്നുള്ളതാണ്. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയും ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനുമരുത്, ശാന്തനും കലഹിക്കാത്തവനും ദിവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്നെ കേൾക്കുന്ന TPM CPM എന്നോട് പിണങ്ങരുത്, TPM സഭകൾ എന്നോട് പിണങ്ങരുത്, ഞാനിതെല്ലാം പറഞ്ഞല്ലോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന കാര്യമാണ്. കല്യാണം കഴിക്കാത്ത അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന കല്യാണം കഴിക്കാത്ത അപ്പോസ്തലൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. സുവിശേഷ വേല നിമിത്തം അദ്ദേഹത്തെ ഭാര്യ ഉപേക്ഷിച്ച് പോയി എന്ന് ഒരു വാക്കും അതിനകത്ത് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞതല്ല, അപ്പോസ്തലനായ പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പം ഏക ഭാര്യയുടെ ഭർത്താവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇത് ഏക ഭാര്യയുടെ ഭർത്താവ്, 2-3 ഭാര്യയല്ല, ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം, നിർമ്മതനായിരിക്കണം, ജിതേന്ദ്രനായിരിക്കണം. അപ്പം കുടുംബ ജീവിതത്തിന് പൗലോസ് അപ്പോസ്തലൻ ഒരെതിരും പറഞ്ഞിട്ടില്ല. അധ്യക്ഷനാകണമെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ
നിങ്ങൾ എന്തായിരിക്കണം, കുടുംബജീവിതം നയിക്കണമെന്ന് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞേക്കുന്നത്. അത് ചെയ്യണമെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പുള്ളി അതിനെ വിലക്കിയിട്ടില്ല. TPM CPM പോലെയുള്ള സഭകൾ ദൈവരാജ്യ നിമിത്തം സ്വയം ഷണ്ണന്മാരായി എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും പക്ഷേ അപ്പോസ്തലനായ പൗലോസ് അധ്യക്ഷനായിരിക്കണമെങ്കിൽ ഗുണഗണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഏക ഭാര്യയും അല്ലെ ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരായിരിക്കുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യേശുക്രിസ്തുവാണ് പറഞ്ഞത്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ എന്താണ്? ഏക ഭാര്യയുള്ളവരായിരിക്കണം. കുടുംബത്തെ ആദ്യം ഭരിക്കണം. കുടുംബത്തെ ഭരിക്കാൻ അറിയണം. അതെ, കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായമല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ കാര്യമാണ് അല്ലെ. പൗലോസ് ഇങ്ങനെ ഒരു കള്ളം പറയുമോ? പൗലോസ് കള്ളം പറയത്തില്ല. ദൈവാത്മാവിൽ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ TPM പോലുള്ള CPM പോലുള്ള സഭകളിൽ എന്താണ്? ദുരുപദേശമാണ് കൂടുതലും. നമുക്ക് വ്യക്തമാണ്. ഈ വചനങ്ങളിലെല്ലാം കാണുന്ന പോലെ തന്നെ അത് ദുരുപദേശമാണ്. കർത്താവിന്റെ വചനവുമായി യാതൊരു ബന്ധവും അതിനില്ല. അധ്യക്ഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അധ്യക്ഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലേ, അധ്യക്ഷനാകാൻ അധ്യക്ഷൻ കാംക്ഷിക്കുന്നു. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ള വിശ്വാസയോഗ്യം. എന്നാൽ അധ്യക്ഷൻ എന്നവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. അപ്പൊ എന്നാൽ എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് അവിടെ. എന്നാൽ നിങ്ങൾ ആരായിരിക്കണം? നിരപരാധിനായ ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ അഭിപ്രായമല്ല. അപ്പോസ്തലനായ പൗലോസ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. 66 പുസ്തകങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റി. അത് എൻ്റെ കുഴപ്പമല്ല. നിങ്ങൾ എടുത്തതിന്റെ പ്രശ്നമാണത്. നിങ്ങൾ വായിച്ചതിന്റെ തെറ്റാണത് അല്ലെ. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ കുടുംബത്തെ നയിക്കുന്നവനായിരിക്കണം, കുടുംബജീവിതമുള്ളവനായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് തെറ്റാണ്. കാരണം ആദ്യത്തെ തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, 3 ദൈവങ്ങളുടെ അടുത്ത് തൃത്വമാണ്, ത്രിയേക ദൈവമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന നിക്കിയ എടുത്തിരിക്കുന്നവർ. രണ്ടാമത്തേത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം അവർക്കില്ല. അപ്പോസ്തലന്മാരെ അവർ അംഗീകരിക്കുന്നതേ ഇല്ല. അപ്പോസ്തലന്മാരെ അംഗീകരിക്കുന്നില്ല. ആദ്യത്തെ അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തലനായ പത്രോസ് ആദ്യം പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നില്ല. 2:38 പറഞ്ഞ കാര്യവും അപ്പോസ്തല പ്രവൃത്തി 2:38 പറഞ്ഞ സ്നാനം അവർ അംഗീകരിക്കുന്നില്ലാത്തിടത്തോളം കാലം അവർക്കും തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരെ അംഗീകരിക്കാതെ എങ്ങനെയാണ് അപ്പോ ഇതൊക്കെ യഥാർത്ഥ സഭയെന്ന് നമുക്ക് പറയാൻ ഒക്കുമോ? പറയാൻ പറ്റത്തില്ല. ഇത് യഥാർത്ഥ സഭയെന്ന് നമുക്ക് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് സഭയെന്ന് വിളിച്ചത്. ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ മാത്രമാണ്, ഒരു സംഘടന മാത്രമാണ് അല്ലെ. ഒരു സംഘടന മാത്രമാണ്. അതായത് രക്ഷിക്കപ്പെട്ട കൂട്ടത്തെയാണ് സഭയെന്ന് വിളിച്ചത്. അല്ലാതെ സഭയെന്ന് വിളിക്കാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച പോലെ തന്നെ അത് അംഗീകരിക്കാൻ തയ്യാറാവണം. അംഗീകരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ അതൊക്കെ സഭയെന്ന കർത്താവിന്റെ കൂട്ടമെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അവിടെ തന്നെ അത് തെറ്റാണ്. അവിടെ തന്നെ അത് വചനനിഷേധം അവിടെയും വന്നു കഴിഞ്ഞിരിക്കും. അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? തെറ്റുകൾ അനവധിയാണ്. അപ്പോ പല ആളുകളും CPM ആണ് TPM ആണ് ശരിയെന്ന് പറയുമ്പോഴും ദൈവവചനം പഠിക്കുക, ദൈവവചനത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ അനുസരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വലിയൊരു ഭാഗ്യമായിരിക്കും. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചാനൽ ബുക്ക് ഓഫ് ലോർഡ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.